1.5 അടിയുടെ നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ആദ്യം ചെയ്തുകൊണ്ട് അത് എടുക്കുക. അതുപോലെ നമ്മൾ നമ്മുടെ ഗോൾഡൻ കളർ ക്ലോത്ത്, ക്യാൻവാസ്, പിന്നെ അതുപോലെ തന്നെ വൽവെറ്റ് ക്ലോത്ത്, അത് മൂന്നും നമ്മൾ ഈ ഒരു അളവിൽ കറക്റ്റ് കട്ട് ചെയ്ത് വയ്ക്കും. മുകളിലേക്ക് നമ്മൾ സ്പേസ് കൂടുതൽ എടുത്തുകൊണ്ട് 5 ഇഞ്ച് കൂടുതൽ വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ബോൾസും നമ്മുടെ എല്ലാതും സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഗോൾഡൻ കളറും എല്ലാതും ഒരു അളവിൽ വെച്ചതിന് ശേഷം ഫെവി ബോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഫെവി ബോണ്ട് ആദ്യം നമ്മൾ നമ്മുടെ വൽവെറ്റ് ക്ലോത്തിലൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു കാർഡ് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ആ ഒരു ക്ലോത്ത് ഒട്ടിക്കുക. അതിന് ശേഷം നമ്മുടെ ഫിലിം ബോൾസൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും നമ്മുടെ 1.5 അടിക്ക് വേണ്ട ആ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ വെക്കുന്നത് നമ്മുടെ മൂലഗണപതിയാണ്. മൂലഗണപതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത് വയ്ക്കുന്നത് ത്രിമൂർത്തിയാണ് വെക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാർവതി, സൈഡിൽ വരുന്നത് ലക്ഷ്മി, അതിനുശേഷം വരുന്നത് സരസ്വതി. ഓക്കെ, പിന്നെ നമ്മൾ ആ ചന്ദ്രകലകൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്യുക. നമ്മൾ ആ കറക്റ്റ് ആ ഒരു സൈഡൊക്കെ നല്ല വൃത്തിക്ക് വരുന്ന രീതിക്ക് തന്നെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബോൾസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പുറത്തേക്കായിട്ട് ഇങ്ങനെ എംബോസായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചന്ദ്രകലകൾ വയ്ക്കുക. ചന്ദ്രകലകൾ വയ്ക്കുമ്പോൾ 3, 5, 7, 9, 11 അങ്ങനെ ഓഡ് നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ 1.5 അടി ആയതുകൊണ്ട് 5 എണ്ണമാണ് ചന്ദ്രകലകൾ വെക്കുന്നത്. അപ്പോൾ അതൊരു ലെവൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ബോൾസ് കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ബോൾസ് വയ്ക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ വരുന്നത് അഷ്ടവസ്തുക്കളാണ് നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ച്. പിന്നെ നവഗ്രഹങ്ങൾ പറയുമ്പോൾ 9 എണ്ണമാണ്. അപ്പോൾ അത് 3, 5, 7 അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെറിയ അളവിൽ ചെയ്യുമ്പോൾ വയ്ക്കാവുന്നതാണ്. നമ്മൾ 3 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് മുകളിൽ വെച്ചിട്ടുള്ളത് നമ്മൾ സപ്തഋഷികളാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ മൂലഗണപതി, ത്രിമൂർത്തി, ലക്ഷ്മി, പാർവതി ഇവയ്ക്കൊക്കെ നമ്മൾ ചീന്തുപൊളിയാണ് ഇപ്പോൾ വയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല നീറ്റിൽ തന്നെ വയ്ക്കുക. നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് വെച്ച് അളവൊക്കെ ഒന്ന് കറക്റ്റാക്കി നോക്കുകയാണ്. അതിന് ശേഷം ഇതാണ് ഔട്ട്ലൈന് നമ്മൾ ചെയ്യാനുള്ള ബോൾസ്. ഇതൊരു പാക്കറ്റിൽ തന്നെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നീറ്റായിട്ട് തന്നെ ആ ഒരു ഗോൾഡൻ കളർ ക്ലോത്തിൽ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് കറക്റ്റ് അളവിൽ തന്നെ എല്ലാം ഒരേ ഷേപ്പിൽ എല്ലാ ഭാഗത്തും നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഫെവി ബോണ്ട് ഒരു നൂല് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫൈനലി നമ്മളുടെ ഔട്ട്ലൈൻ ഇങ്ങനെ ഇരിക്കും. നല്ല നീറ്റായിട്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റിപ്പാട്ട കാണാൻ നല്ല വൃത്തിയായിരിക്കും. പിന്നെ നമ്മുടെ ചീന്തുപൊളി, ഫിലിം ബോൾസൊക്കെ ഒരു ലെവൽ നോക്കിയിട്ടാണ് നമ്മളിവിടെ എല്ലാത്തിൻ്റെയും കറക്റ്റ് ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് ചെയ്യണം, ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റ് നമ്മൾ മൂലഗണപതിക്ക് വെച്ചു ചീന്തുപൊളി, അതുപോലെ തന്നെ ത്രിമൂർത്തി, ലക്ഷ്മിക്കാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പാർവതി. അപ്പോൾ നമ്മളുടെ ആ ഒരു ചീന്തുപൊളി ഫുള്ള് ഫൈനലി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ വരുന്ന ആ ഒരു ബോൾസിനൊക്കെ റൗണ്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇനി ആ ഒരു ഫിലിം ബോൾസ്, ചെറിയ ബോൾസ് വയ്ക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ വയ്ക്കുക. അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. നമ്മുടെ ആ ഒരു ബോൾസൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫിലിം ബോൾസ് ഇങ്ങനെ വെച്ച് വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ഒരു സൈഡിൽ നിന്ന് കണ്ട് തുടങ്ങി ഒരു എൻഡ് വരെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു വൃത്തി കിട്ടില്ല. നമ്മൾ ഓരോ ഇതിനും റൗണ്ടായിട്ട് ചെയ്യാം. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇനി ഈ ഒരു ഫിലിം ബോൾസ് വെച്ച് ഇനിയും ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനും ചെറിയ ബോൾസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. 2 കുട്ടീസും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട്. മടിയിലൊക്കെ കയറിയിരുന്ന് ബോൾസൊക്കെ കൊടുത്തപ്പോഴാണ് ഒന്ന് സെറ്റായത്. കുറച്ച് വികൃതിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതും ഇരുന്നുള്ളത്. പിന്നെ ഈ ഫിലിം ബോൾസ് വയ്ക്കാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വലിയ ആൾ നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, മൂത്ത ആളാണ്. പിന്നെ ചെറിയ ആൾക്ക് കുറച്ച് വാശിയുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ളതും അങ്ങനെ ഫിനിഷാക്കി. നമ്മുടെ ഈ ഒരു ഫെവി ബോണ്ട് വെച്ച് ചെയ്യുമ്പോൾ
കുറച്ച് കൂടുതലായിട്ട് പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു നൂല് പോലെ വരും, അപ്പോൾ അത് നമ്മുടെ ബോൾസുമിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വൃത്തികേടാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് നീറ്റായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ടിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ആ ഒരു ചീന്തുപൊളിയുടെ ആ ഒരു റൗണ്ടായിട്ട് തന്നെ ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് വൃത്തി കിട്ടുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മളുടെ ബോൾസ് എല്ലാം അത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡിൽ നമുക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ ത്രെഡ് നമ്മളൊരു ചെയർമ അപ്പുറത്തുമായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു കാർഡ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റിൽ മിഡിലിൽ വരുന്ന കളർ റെഡാണ് കൊടുക്കുന്നത്. അതൊരു 20 ടൈംസ് നമ്മൾ ഈ ഒരു ഇതിലിങ്ങനെ ചുറ്റിയെടുക്കുക. നമുക്ക് 20 ടൈംസ് ചുറ്റിയെടുത്ത് കുറേ ഭാഗമാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് പിന്നെ ഓരോന്നും ഈ ഒരു ത്രെഡിൽ നമ്മൾ ചെയ്യണ പോലെ തന്നെ ശ്രദ്ധിക്കുക. ആദ്യം അതും വെച്ചു അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ഉള്ളിൽ കൂടെ നമ്മൾ ആ ത്രെഡ് ഉണ്ട് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ അടിയിൽ കുറച്ച് ത്രെഡുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഫൈനലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. അതിനുശേഷം നമ്മളൊരു വലിയ കാർഡ്ബോർഡ് എടുത്തു. അതുമ്പോൾ നമ്മൾ നമ്മുടെ അതിൽ യൂസ് ചെയ്ത കളേഴ്സ് തന്നെ നമ്മളൊരു 20 ടൈംസ് ചുറ്റിയിട്ടുണ്ട്. അത് നീറ്റായിട്ട് തന്നെ ഓരോ സെപ്പറേറ്റായിട്ട് ചുറ്റുക. മിക്സ് ചെയ്തിട്ട് പല കളേഴ്സായിട്ടും അങ്ങനെ മിക്സ് ചെയ്തിട്ടും ചുറ്റുക. നമ്മളിങ്ങനെ ഒരു റെഡിക്ക് തന്നെ ഇങ്ങനെ ഫസ്റ്റ് റെഡ്, ഗ്രീന്, ഓറഞ്ച് അങ്ങനെയാണ് ചുറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ മിഡിലിൽ വരുന്ന കളർ ഏതാ നമ്മളുടെ ഒരു ത്രെഡ്, ആ ഒരു കളറ് വെച്ചിട്ട് തന്നെ നമ്മളത് നന്നായിട്ട് മിഡിൽ പാർട്ട് നോക്കിയിട്ട് കെട്ടി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. നന്നായിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ കുഞ്ചലെടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു പെൻസിലോ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഉള്ളിലേക്കാക്കി കൊടുത്താൽ അത് കിട്ടും. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആ ഒരു കുഞ്ചലത്തിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ത്രെഡ് ഇല്ല അല്ലേ, അപ്പോൾ അത്രയും ത്രെഡിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഒരു മിഡിൽ പാർട്ട് നോക്കിയിട്ട് നമ്മളൊരു ചെറിയ കാർഡ്ബോർഡിൻ്റെ കഷ്ണം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു റെഡ് കളറിൽ തന്നെ നമ്മൾ അതിൻ്റെ അടിയിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ആ ഒരു ത്രെഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നൂലൊക്കെ നല്ല വൃത്തിക്ക് വെക്കുക. എന്നിട്ട് സൈഡിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ റെഡ് കളറ് നല്ല ഈക്വലായിട്ട് വെച്ചതിന് ശേഷം നമ്മളുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റിപ്പട്ടത്തുമ്മ കറക്റ്റായിട്ട് ത്രെഡ്സ് വയ്ക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. മുകളിൽ വരുന്ന ഗോൾഡൻ കളറ് ത്രെഡ് നമ്മൾ നീറ്റായിട്ട് ആ ഒരു സൈഡിൽ തന്നെ കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് എടുക്കുക. എക്സ്ട്രാ ഒരു വെൽവെറ്റിൻ്റെ പീസ് എടുത്തിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് നല്ല നീറ്റിൽ ഫസ്റ്റിൽ വെക്കുക. എന്നിട്ട് ശേഷം ഒരു കമ്പി എടുത്തിട്ട് നമ്മുടെ ക്യാൻവാസും കാർഡ്ബോർഡും വെൽവെറ്റിൻ്റെ ക്ലോത്തും ഒക്കെ ഇതാവണ വിധത്തിൽ മിഡിൽ പാർട്ട് നോക്കിയിട്ട് തന്നെ 2 ഹോൾ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു ബാക്ക് സൈഡ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കൈ കൊണ്ട് തന്നെ ചെറുങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മുകളിലേക്കായിട്ട് വരുന്ന റെഡ് കളർ ക്ലോത്ത് ഒന്ന് സൈഡ് ഫസ്റ്റിലൊന്ന് നല്ല നീറ്റിൽ ഫോൾഡ് ചെയ്ത് കുറച്ച് ടൈം ഒന്ന് പുഷ് ചെയ്ത് പിടിക്കുക. സ്റ്റിക്ക് നമ്മൾ ഫെവിബോണ്ടൊക്കെ ആക്കിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യം ഒന്ന് സൈഡൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുകൾ പാർട്ട് ബാക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 സൈഡ് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക ഫെവിബോണ്ടാക്കിയിട്ട്. എന്നിട്ട് മുകളിൽ നിന്ന് വരുന്ന ഭാഗം എടുത്തിട്ട് ബാക്കിലേക്ക് നല്ല നീറ്റായിട്ട് തന്നെ വലിച്ച് പിടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മളുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു റിസ്ക് പിടിച്ച പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഹോൾ ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ ത്രെഡ് എടുത്തിട്ട് ചെറിയ ഗോൾഡൻ കളർ ത്രെഡ് എടുത്തിട്ട് മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സെറ്റ് ചെയ്ത് ആ ഒരു ത്രെഡ് കാണാത്ത വിധത്തിൽ നമ്മൾ റിബ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. 4 സൈഡിലും നല്ല നീറ്റായിട്ട് റിബ് ഒട്ടിക്കാം. എന്നിട്ട് നമ്മുടെ ബോൾസ് വെച്ചിട്ടുണ്ട് വെൽവെറ്റ് ക്ലോത്തിൽ. അതുപോലെ തന്നെ ഫൈനലി നമ്മളുടെ കുഞ്ചലം നന്നായിട്ട് നീറ്റായിട്ട് കെട്ടി കൊടുക്കാം മിഡിൽ പാർട്ടിൽ. അങ്ങനെ ഫൈനലി നമ്മുടെ നെറ്റിപ്പട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.